കൃപാസനം പത്രം ഓഗസ്റ്റ് 2026 പാർട്ട് 7. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നുള്ള റിയയുടെ സാക്ഷ്യം. വിവാഹം കഴിഞ്ഞ് 6 വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇരട്ട കുട്ടികളുമായി ഒരു സാക്ഷ്യം. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുട്ടികളില്ലായിരുന്നു. 3 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും എല്ലാം അബോർഷനായി. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ക്ലാസ്സിൽ നിങ്ങൾ ആരും വെറുതെ വന്ന് സാക്ഷ്യം പറയരുത്, മാതാവ് മെഴുകുതിരിയിൽ അടയാളം തരും, അടയാളവുമായി വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഉടമ്പടി പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് മെഴുകുതിരിയിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും രൂപം പോലെ കണ്ടു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തായാലും ഞങ്ങളെ 6 കൊല്ലം ഇരുത്തിയതല്ലേ, ഒരു കുഞ്ഞിനെ കൂടി മെഴുകുതിരിയിൽ തരാമായിരുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസവും ഒരമ്മയും കുഞ്ഞിന്റെയും രൂപം കണ്ടു. അതിനുശേഷം ഞാൻ പ്രഗ്നന്റ് ആയി. ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇരട്ട കുട്ടികളാണെന്നറിഞ്ഞു. പല കോംപ്ലിക്കേഷൻസ് ഡോക്ടർ പറഞ്ഞുവെങ്കിലും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി യാതൊരു കുഴപ്പവും കൂടാതെ ഇരട്ട കുട്ടികളെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ബഹ്റിനിൽ നിന്നുള്ള റിൻസി ജോസഫിന്റെ സാക്ഷ്യം. എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് മിഖായേൽ മറിയം എന്ന് പേര് കൊടുക്കാൻ കൃപാസന മാതാവ് പറഞ്ഞു. ബഹ്റിനിലായിരുന്ന ഞാൻ ജോലി ചെയ്യുന്നതിനോടൊപ്പം IELTS പഠിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് കൃപാസനത്തിൽ നിന്ന് നേർച്ച വസ്തുക്കൾ വാങ്ങി എനിക്ക് തന്നു വിടണമെന്ന് പറഞ്ഞു. എൻ്റെ ഒരു സുഹൃത്തിന്റെ കൈവശം അമ്മ നേർച്ച വസ്തുക്കൾ കൊടുത്തുവിട്ടു. ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കളുമായി പോയി എക്സാം എഴുതി. അതിന്റെ ഫലമായി നല്ല മാർക്കോടുകൂടി എക്സാം പാസ്സായി. പിന്നെ ഞങ്ങൾ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടിയിൽ എനിക്ക് 4മതൊരു കുഞ്ഞിനെ കൂടി വേണമെന്ന് നിയോഗം വെച്ചു. ഉടമ്പടി പ്രദക്ഷിണത്തിന്റെ സമയത്ത് എനിക്കൊരു സ്പാർക്ക് അനുഭവപ്പെട്ടു. വീട്ടിലെത്തിയ ശേഷം എനിക്ക് മാതാവിന്റെ ഒരുപാട് ദർശനങ്ങൾ ഉണ്ടായി. വെള്ളത്തിന്റെ ഇരമ്പൽ ശബ്ദം കേട്ടു. അതിനുശേഷം മാതാവിന്റെ സ്വരം കേട്ടു. 15-ാം തീയതി ചെക്ക് ചെയ്ത് നോക്കുക, നീ പ്രഗ്നന്റ് ആയിരിക്കും, അവന് മിഖായേൽ മറിയം എന്ന് പേരിടണം. ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഒരു ആൺകുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ചേർത്തലയിൽ നിന്നുള്ള അഭിജിത്ത് കൃഷ്ണന്റെ സാക്ഷ്യം. കേരളത്തിലെ 33 നഗരസഭകളിൽ ഞാൻ പത്രപ്രേഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022-ലാണ്. ഞാൻ ഓട്ടോമൊബൈലിന്റെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുന്നതിന് മുൻപ് മാതാവിനോട് എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിന്റെ ക്ഷീണം മൂലം എനിക്കത് ചെയ്യാൻ പറ്റില്ല, അമ്മ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് എക്സാം ഹാളിൽ 5 പേപ്പർ നിരത്തി വെച്ചിട്ടുണ്ടാകും, അതിൽ 2ാമത്തെ പേപ്പർ ഞാൻ എടുക്കും, അതിൽ പഠിച്ചിട്ടുള്ളത് വരണമെന്ന് പറഞ്ഞു. പക്ഷെ 2ാമത്തെ പേപ്പറിൽ ഏറ്റവും പാടുള്ള എഞ്ചിനാണ് എഴുതിയിരുന്നത്. അവിടെ ചെന്നപ്പോൾ ഗ്രേ കളറിലുള്ള ഒരു എഞ്ചിനും ഒരു പഴയ തുരുമ്പിച്ച എഞ്ചിനും വെച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ സാർ ഒരു പഴയ എഞ്ചിൻ വെച്ചിട്ട് അത് അഴിക്കാൻ പറഞ്ഞു. ഞാൻ വളരെ പ്രയാസത്തോടെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഒരു ടൂൾസ് പോലും എൻ്റെ കയ്യിലില്ലാതെ ഞാൻ അത് അഴിക്കാൻ ചെന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ തൊട്ടപ്പോൾ തന്നെ അത് അഴിഞ്ഞു വീണു. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പരിശുദ്ധ അമ്മ എന്നെ എക്സാം പാസ്സാക്കി. അതുപോലെ കേരളത്തിലെ 33 നഗരസഭകളിൽ കൃപാസനം പത്രവുമായി പോയി ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി. ആലപ്പുഴ കാളാത്തു നിന്നുള്ള ബിജോയുടെ സാക്ഷ്യം. ഉടമ്പടി എടുത്താൽ നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എഴുതി തള്ളിയ വിഷയം ഉടമ്പടിയിൽ മാതാവ് ഏറ്റെടുക്കുകയായിരുന്നു. UK-യിലായിരുന്ന എനിക്ക് 18 വർഷമായി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ മൂലമുള്ള സോറിയാസിസും ആർത്രൈറ്റിസും ഉണ്ടായിരുന്നു. UK-യിലും ഇന്ത്യയിലുമുള്ള പല ഡോക്ടർമാരെയും കണ്ട് മരുന്ന് കഴിച്ചുവെങ്കിലും അസുഖം മാറുന്നില്ലായിരുന്നു. അവർ പറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന് ഇതിൽ മരുന്നില്ല, കൺട്രോൾ ചെയ്ത് നിർത്താനേ പറ്റൂ എന്നാണ്. ഞാൻ 18 വർഷമായി പാലും തൈരും കഴിക്കില്ല. ഇത് കഴിച്ചാൽ ജോയിൻസിനൊക്കെ നീരാകും. ഞാൻ വളരെയധികം വിഷമിച്ച് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഉടമ്പടി പുതുക്കി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ ഉടമ്പടി ആരാധനയിൽ നിങ്ങൾ ഉടമ്പടിയിലെ നിയോഗത്തെപ്പറ്റി ഓർക്കുകയേ വേണ്ട, അത് മറക്കണമെന്ന് പറഞ്ഞു. ഞാൻ അത് മറന്ന് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചതിന്റെ ഫലമായി എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതുപോലെ പാലും തൈരുൽപ്പന്നങ്ങളുമെല്ലാം കഴിക്കാൻ തുടങ്ങി. കൂടാതെ ഞങ്ങളുടെ സ്ഥലം വിൽക്കാനുള്ള തടസ്സവും മാറിക്കിട്ടി. കുണ്ടറയിൽ നിന്നുള്ള ഷീജ മോഹനന്റെ സാക്ഷ്യം. ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ വരുന്നത്. ആഹാരത്തിന് വകയില്ലാതിരുന്ന ഞങ്ങളെ പരിശുദ്ധ അമ്മ സന്ധിച്ച് സാക്ഷ്യപീഠത്തിൽ നിർത്തി. എൻ്റെ ഭർത്താവ് 10 വർഷമായി നെഞ്ചുവേദനയും വയറുവേദനയും മൂലം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുകയായിരുന്നു.
സർജറി വേണമെന്ന് പറഞ്ഞു. ഒരു നേരം ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ കഷ്ടതകളും പ്രയാസങ്ങളും വന്ന് ജീവിതം വഴിമുട്ടിയപ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടിയെടുത്തത്. വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പൂർണ്ണ സൗഖ്യം ലഭിച്ചു. കൂടാതെ എനിക്ക് ഡഫ് സ്കൂളിൽ 16 വർഷമായി ഉണ്ടായിരുന്ന ജോലി കുട്ടികൾ കുറവായിരുന്നതിനാൽ നഷ്ടപ്പെട്ട് 10 മാസം പുറത്തു നിൽക്കേണ്ടി വന്നു. ഞങ്ങൾ കണ്ണീരോടെ ഉടമ്പടിയെടുത്ത് വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ പച്ചമഷിയിൽ ഓർഡർ എന്നടിച്ച ഒരു പേപ്പർ എൻ്റെ നേരെ നീട്ടുന്നതായി കണ്ടു. അതിനുശേഷം എനിക്ക് 10 മാസം പുറത്തു നിന്നപ്പോഴുള്ള ശമ്പളം ഉൾപ്പെടെ മറ്റൊരു സ്കൂളിൽ ജോലി ലഭിച്ചു. കോട്ടയത്തു നിന്നുള്ള റോസമ്മ റോയിയുടെ സാക്ഷ്യം. ജോസഫ് അച്ഛൻ പറഞ്ഞു, എല്ലിൽ തുടങ്ങുന്ന കോഴ്സാണ് മകൻ എടുക്കേണ്ടതെന്ന്. ഇതൊരു മരിയൻ എയർലിഫ്റ്റ് സാക്ഷ്യമാണ്. എൻ്റെ മകൻ PG കഴിഞ്ഞ് ജോലിയൊന്നും ശരിയാകാതെ നിൽക്കുകയായിരുന്നു. പല പ്രാവശ്യം മകൻ IELTS എഴുതിയെങ്കിലും പാസ്സായില്ല. UK പോകുന്നതിന് ശ്രമിച്ചിട്ട് അതും നടന്നില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞാൻ മകനുമായി വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. IELTS ഇല്ലെങ്കിലും വിദേശത്ത് കൊണ്ടുപോകാൻ ഈശോയ്ക്കും മാതാവിനും ശക്തിയുണ്ടെന്ന് ഞാൻ മകനോട് പറഞ്ഞു. അങ്ങനെ മകന് UK IELTS ഇല്ലാതെ തന്നെ അഡ്മിഷൻ ലഭിച്ചു. 8 ലക്ഷം രൂപ അടച്ചു കഴിഞ്ഞപ്പോൾ ആ കോഴ്സിന് അഡ്മിഷൻ തരാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ എല്ലിൽ തുടങ്ങുന്ന ഒരു കോഴ്സാണ് മാതാവ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിളിച്ചിട്ട് നിനക്ക് MSc ലോജിസ്റ്റിക്സ് എന്ന കോഴ്സ് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മകന് UK പോകുന്നതിന് സാധിച്ചു. ദുബായിൽ നിന്നുള്ള ജോസിയുടെ സാക്ഷ്യം. ഉടമ്പടിയിൽ അടയാളത്തോടു കൂടിയാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 4 വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു. ആദ്യം പ്രഗ്നന്റ് ആയെങ്കിലും അബോർഷനായി പോയി. ഡോക്ടറെ കണ്ടപ്പോൾ കുഞ്ഞുണ്ടാകാൻ ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിതകാലം മുഴുവൻ നിലനിന്നുകൊള്ളാം എന്ന് നേർന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുഞ്ഞ് കരയുന്ന സ്വരം കേട്ടു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രഗ്നന്റ് ആണെന്നറിഞ്ഞു. യാതൊരു കുഴപ്പവും കൂടാതെ ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. ഇടുക്കിയിൽ നിന്നുള്ള അനീറ്റയുടെ സാക്ഷ്യം. ഉടമ്പടി തൈലം വിശ്വാസപൂർവ്വം കുരിശു വരച്ച് പ്രാർത്ഥിച്ചു. മകന്റെ സംസാരശേഷി തിരിച്ചു കിട്ടി. എൻ്റെ മൂത്ത മകൻ 3 വയസ്സായിട്ടും സംസാരിക്കുന്നില്ലായിരുന്നു. അംഗനവാടിയിലാക്കിയപ്പോൾ കുഞ്ഞൊന്നും സംസാരിക്കുന്നില്ല, സംസാരിക്കാൻ തുടങ്ങിയിട്ട് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞു. അവൻ പറയുന്നത് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ട് കയ്യിൽ കിട്ടുന്നതെല്ലാം എടുത്തെറിയുമായിരുന്നു. ഞാൻ വളരെ വിഷമത്തോടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം മകന്റെ നാവിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച ഉപ്പും ഉടമ്പടി തൈലവും കഴിക്കാനും കൊടുത്തിരുന്നു. അതിനുശേഷം മകൻ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും ഭർത്താവുമായി ഒത്തുപോകാൻ പറ്റാത്ത വിധം പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒത്തുപോകാൻ പറ്റാതെ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു ഫാമിലി 74-ാം പക്കം ഒന്നിക്കുന്നുവെന്ന് സന്ദേശം പറഞ്ഞു. ആ ദിവസം തന്നെ മീഡിയേഷനിലൂടെ ഞങ്ങൾ ഒന്നിച്ചു. പാലക്കാട് ചിറ്റൂരിൽ നിന്നുള്ള ശ്രീജയുടെ സാക്ഷ്യം. 24 വർഷമായി ഉണ്ടായിരുന്ന അലർജി രോഗത്തിന് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യം. എനിക്ക് 24 വർഷമായി വിട്ടുമാറാത്ത ചുമയും ജലദോഷവും അലർജിയുടെ അസുഖവുമായി ക്ലേശിക്കുകയായിരുന്നു. ആയുർവേദം, അലോപ്പതി, ഹോമിയോ എല്ലാ മരുന്നുകളും കഴിച്ചുവെങ്കിലും അസുഖം മാറിയില്ല. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് പൂർണ്ണമായി മാറിക്കിട്ടി. കൂടാതെ എൻ്റെ ഭർത്താവിന് 10 വർഷമായി ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അംശം കൂടുന്നതിൻ്റെ ഫലമായി ഗൗട്ട് എന്ന അസുഖമുണ്ടാകുകയും നടക്കാനും വാഹനം ഓടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഈ 10 വർഷവും പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി അസുഖം പൂർണ്ണമായി മാറിക്കിട്ടി. അതുപോലെ ഒരു സർക്കാർ ജീവനക്കാരിയായ എനിക്ക് 5 വർഷമായി ഒരു ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റ് പാസ്സാകാൻ സാധിക്കാതെ വിഷമിക്കുകയായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഞാൻ പാസ്സാവുകയും പ്രൊമോഷൻ ലഭിക്കുകയും ചെയ്തു.